നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി ജയരാജൻ CPM-നെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ജയരാജൻ പണികൾ പലതും തുടങ്ങിയിട്ടുണ്ട്. അതിലെ മൂർച്ചയുള്ള ഒരായുധം, വജ്രായുധം തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. പുസ്തകം എഴുതാൻ പോകുന്നുവെന്ന വലിയ പ്രഖ്യാപനം. ആത്മകഥ എഴുതുകയാണ് എഴുത്ത് അന്തിമഘട്ടത്തിലാണെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ വിവാദങ്ങളും തുറന്നെഴുതും. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ CPM-ന് പൊള്ളൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാ വിവാദങ്ങളും തുറന്നെഴുതിയാൽ അതിൽ പല തലകളും ഉരുളും. ആ തലകൾ ഏതൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഒരുപക്ഷെ CPM-ന്റെ അടിവേരിളക്കുന്ന ഒരു ബുക്കായിരിക്കും യുടേത്. ഒരു ഘട്ടം കഴിയുമ്പോൾ എല്ലാം പറയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിൽ കടുത്ത അതൃപ്തിയിലാണ്. തൽക്കാലം പ്രതികരിക്കില്ല. CPM-ൽ നിന്നും അവധിയെടുക്കും. ആത്മകഥയോടെ രാഷ്ട്രീയം വിടുകയും ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടപടിയെടുത്തതോടെ താൻ ജയരാജനെ പോലെ പാർട്ടിക്ക് വഴങ്ങില്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. പി ജയരാജനെതിരെ നടപടികളിലൂടെ പാർട്ടി ഒതുക്കിയെങ്കിലും ഒരിക്കലും പരസ്യ വിമർശനം നടത്തിയില്ല. എന്നാൽ യുടേത് വേറിട്ട നീക്കമാണ്. CPM-നെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കിയ നിലപാടുകളിലൂടെയും ബിസിനസ് ബന്ധങ്ങളിലൂടെയും പാർട്ടി വിരുദ്ധ സൗഹൃദങ്ങളിലൂടെയും വിവാദങ്ങളിൽ ചാടിയ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ MLA ആണ് പുതിയ കൺവീനർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യമന്ത്രിക്ക് വരെ പാർട്ടി യോഗങ്ങളിൽ കടുത്ത വിമർശനം കേൾക്കേണ്ടി വന്നു. സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പരിധിവിട്ട വിമർശനവും നേതൃത്വത്തിന് എതിരായ നീക്കവും വേണ്ടെന്നതിന്റെ സൂചനയാണ് ക്കെതിരായ നടപടി. ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം യുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയനും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ CPM-ലെ പ്രമുഖനും സീനിയറുമായിരുന്ന പാർട്ടിക്ക് വിധേയനായി നിൽക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ജയരാജന് കൺവീനറുടെ ചുമതല പൂർണ്ണമായും നിർവഹിക്കാൻ പരിമിതിയുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലെ പ്രശ്നങ്ങളും കാരണമായി. ഇത് സംഘടനാ നടപടിയല്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നും MV ഗോവിന്ദന്റെ യെ മാറ്റിയതിനെക്കുറിച്ചുള്ള പ്രതികരണം ഇതായിരുന്നു. പാർട്ടിയിൽ നിന്നല്ല, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നാണ് പി ജയരാജനെ മാറ്റിയതെന്ന് CPM നേതാക്കൾക്ക് ന്യായീകരിക്കാം. പക്ഷേ ജയരാജൻ മാറിയതല്ല, മാറ്റിയതാണെന്ന് CPM പറയുമ്പോൾ അതിൽ തന്നെ എല്ലാമായി. ജയരാജൻ CPM-ൽ നിന്ന് അവർ പുറത്താക്കിയ നേതാക്കളായ MV രാഘവന്റെയും KR ഗൌരിയുടെയും പിൻഗാമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചർച്ചകളും വരുന്നു. എന്തായാലും ഇപ്പോൾ ആത്മകഥ എഴുതുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് അത്ര സുഖകരമായ കാര്യമല്ല. എന്തൊക്കെ വിവാദങ്ങൾ അതിൽ നിറച്ചിട്ടുണ്ടാകും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും വെടിമരുന്ന് നിറച്ച കഥന തന്നെയാണ് പി ജയരാജന്റെ ബുക്ക്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.